അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീന ബിറളില്ലാഹ്. ഇവിടെ വായിച്ചു കേട്ടതുപോലെ ഒരു സംവാദത്തിൻ്റെ തുടക്കമാണ്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇരുഭാഗത്തുമുണ്ട്. ഇതിൻ്റെ തുടക്കത്തെപ്പറ്റി കാര്യമായി പറഞ്ഞു കേട്ടില്ല. എന്നാലും ഞങ്ങൾ കൂടിയതിൻ്റെ ശേഷം 15/2/2013 കോയിച്ചന അടുത്തൊരു വീട്ടിൽ കൂടുകയും ജിന്ന് പിശാച് വിഷയത്തിൽ നടന്ന സംവാദ വ്യവസ്ഥ തയ്യാറാക്കുന്നത് സംബന്ധിച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ആ വ്യവസ്ഥയിലെ ഏകദേശം കാര്യങ്ങൾ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ രണ്ട് വിഭാഗവും എന്തൊക്കെയാണ് വാദങ്ങളിലെന്ന് അവനവൻ്റെ വാദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി എഴുതിയിരുന്നു. ആദ്യമായി ബഹുമാന്യനായ നമ്മുടെ ഫൈസൽ മുസ്ലിയാർ അന്നത്തെ ആ വിഷയത്തിൽ ഫൈസൽ മുസ്ലിയാർ ജിന്ന്, മലക്ക്, മനുഷ്യൻ തുടങ്ങി ഏത് സൃഷ്ടികളോടും അദൃശ്യമാർഗത്തിൽ സഹായം ആവശ്യപ്പെടുന്നത് അവരോടുള്ള പ്രാർത്ഥനയും അതിനാൽ ശിർക്കുമാകുന്നു എന്ന് വാദിച്ചു. അതേപോലെ തന്നെ ബഹുമാന്യനായ നാസർ സുല്ലമി അതിൽ സാങ്കേതികമായ ഒരു കാര്യം പറഞ്ഞു. അതിൽ നിന്ന് ആ കാര്യത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഫൈസൽ മുസ്ലിയാർ അതിൽ നിന്ന് ആ സാങ്കേതികത്വം മാറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അതേപോലെ തന്നെ അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ തേടുന്ന സഹായാർത്ഥനകൾ ശിർക്കായതും ബസീറത്ത് ശിർക്കായതുമുണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. ഇതിന് മറുപടിയായി ബഹുമാന്യനായ നാസർ സുല്ലമി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവിൽപ്പെട്ടതോ അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവരുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങളിൽ അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, അത് പ്രമാണബദ്ധവുമാണ് എന്ന് വാദിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ അവസാനമായി നിൽക്കുന്നത്. ആ അവസാനത്തെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആദ്യത്തെ പറയാൻ ഈ കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് അതിനുള്ള തെളിവുകളെ പറ്റിയും ഇവിടെ പറയപ്പെട്ടു. എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങൾ അതിലൊരു ചെറിയൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ബന്ധപ്പെട്ട ആനുകാലികങ്ങൾ വന്നാൽ അതിൻ്റെ ഒരു അവസരം വേണമെന്ന് ഫൈസൽ മുസ്ലിയാർ ആവശ്യപ്പെടുകയും ആ ആനുകാലികങ്ങൾ അതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരു വിഭാഗവും സമ്മതിച്ചിട്ടുമുണ്ട്. അതിൽ നേരത്തെ വായിച്ചു കാണാത്തത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നല്ല നിലയിൽ നടത്തുവാൻ പടച്ച തമ്പുരാന്റെ അടുക്ക് ഇതൊരു സായിഹായ അമലാക്കി തീർക്കുവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഇതിന്റെ തുടക്കം. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വിഭാഗീയത ഉണ്ടാകുന്നതിന് പകരമായി ഈ കാര്യങ്ങൾ മനസ്സിലായി ഇരുകൂട്ടർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇവിടെ ഏകദേശം കാര്യങ്ങൾ നാണിയാജി സൂചിപ്പിച്ചു. ഇനി ചർച്ച എത്രയും വേഗം തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം. ഇവിടെ രണ്ടു കൂട്ടരുടെയും വാദം വായിക്കപ്പെട്ടു. ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനിക്കാനുള്ളൊരു വക ഇതിലുണ്ട്. കാരണം ജിന്നിനോടുള്ള എല്ലാ സഹായത്തേട്ടവും പ്രാർത്ഥനയും എല്ലാം ഹറാമാണെന്ന് ഇരുകൂട്ടരും അതിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളൊരു വാദം ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും സംശയമില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. പക്ഷേ ചില ശിർക്കാവുന്നതുമുണ്ട്, അത് വസീലത്ത് ശിർക്കാവുന്നതുമുണ്ട്. അതുകൊണ്ട് എല്ലാം ഹറാമാകുന്നു എന്നാണ് ഫൈസൽ മുസ്ലിയാരുടെ ഈ ഭാഗത്തുനിന്നുള്ള വാദം. അതുപോലെ തന്നെ എല്ലാം ശിർക്കാകുന്നു, എല്ലാ ചോദ്യങ്ങളും ശിർക്കാകുന്നു എന്നാണ് നാസർ സുല്ലമിയുടെ വാദം. ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വളരെ വ്യക്തമായ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. നാണിയാജി പറഞ്ഞ പോലെ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിൽ ഒരു ചർച്ച ഇവിടെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സദസ്സിനോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ഇതിൽ ചർച്ചയിൽ ഇടപെടാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ കിതാബ് എടുത്തു കൊടുക്കുവാൻ
രണ്ടാളുകളെ ആവശ്യമുണ്ടെന്ന് നാസർ സുല്ലമി പറയുകയും അത് രണ്ടു കൂട്ടർക്കും അനുവദിക്കുകയും ചെയ്തു. അടിസ്ഥാന ബഹുമാന പണ്ഡിതൻ അനീഫ് കായക്കുടിയും ഹംസ ബാക്കവിയും ഇവിടെ നാസർ സുല്ലമിയുടെ ഭാഗത്ത് സന്നിഹിതരായിട്ടുണ്ട്. അതേപോലെ ഫൈസൽ മുസ്ലിയാരുടെ ഭാഗത്ത് അബ്ദുൽ മലിക് സലഫി മൊറയൂരും ഷുറൈ സലഫി തിരൂരങ്ങാടിയും ഹാജരായിട്ടുണ്ട്. എല്ലാവരും അവർ രണ്ടു കൂട്ടരും ഈ സംസാരത്തിൽ ഇടപെടുക എന്ന കാര്യം ഉണ്ടാകരുത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചർച്ചയിലേക്ക് കടക്കാൻ ആവശ്യപ്പെടുകയാണ്. ആദ്യമായി ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഫൈസൽ മുസ്ലിയാരാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളും. السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب جبريل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلفوا فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين اهدنا الصراط المستقيم. ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന കാര്യം സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബിന്റെ മഹത്തായ കൊണ്ട് നമുക്കിടയിൽ ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിവിട്ട ഒരു വിഷയത്തിൽ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ടായാണ്. അൽഹംദുലില്ലാഹ്. മുജാഹിദുകളായ നാം എല്ലാ കാലത്തും ഒന്നാം സ്ഥാനം നൽകി സമൂഹത്തിൽ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശമാണ്. പ്രാർത്ഥനകളും അതിന്റെ വരുന്ന ഇസ്തിഗാസയും ഇസ്തിആനയും ഇസ്തിആദയുമെല്ലാം റഹ്മാനായ റബ്ബിനോട് മാത്രമാകണമെന്ന് വിശുദ്ധ ഖുർആനിലെ നൂറുകണക്കായ ആയത്തുകളും പ്രവാചക വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സമുദായത്തെ പഠിപ്പിക്കുകയും റഹ്മാനായ റബ്ബിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സാഹചര്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അതിശക്തമായി കടന്നു ചെന്ന് അതെല്ലാം പ്രമാണവിരുദ്ധമാണ് എന്ന് പ്രബോധനം ചെയ്ത പാരമ്പര്യമാണല്ലോ നമുക്കെല്ലാവർക്കുമുള്ളത്. മരിച്ചുപോയ അംബിയാഇനെയും അതുപോലെ ജിന്നുകളെയും മലക്കുകളെയും എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോടെല്ലാം സഹായമർത്ഥിക്കുന്ന
ശിർക്കൻ വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചപ്പോൾ ഇതെല്ലാം ശിർക്ക് തന്നെയാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഒരേ മനസ്സോടുകൂടി വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പ്രവാചക വചനങ്ങളുമായിരുന്നു നമുക്കതിന് പ്രമാണമായി നാം സ്വീകരിച്ചത്. അങ്ങനെയെല്ലാം പ്രബോധന രംഗത്ത് കഴിവിന്റെ പരമാവധി സേവനം ചെയ്ത നമ്മിൽ ഒരാളും തന്നെ അതുകൊണ്ട് തന്നെ ആമുഖമായി സൂചിപ്പിക്കുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ ഇനി പ്രാർത്ഥനയൊന്നുമല്ലാത്ത കേവലം ഒരു വിളിയാണെങ്കിൽ പോലും ആ വിളി പോലും ആകാമെന്നോ മുജാഹിദുകളായ ഒരാളും വാദിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ സംശയത്തിന് വകയില്ല. പക്ഷെ എന്നിട്ടും തൗഹീദിന്റെ പ്രബോധന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം പണ്ഡിതന്മാരെയും എഴുത്തുകാരെയും കുറിച്ച് അവരെല്ലാം ജിന്നുകളോട് തേടാമെന്ന് വാദിക്കുന്നവരാണെന്നും പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവരാണ് എന്നും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ഒരു ചർച്ച തന്നെ നമുക്കിടയിൽ കടന്നു വന്നു എന്നും വരെ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രസംഗിക്കാൻ അവരെയെല്ലാം പ്രചോദിപ്പിച്ചത്, അവരെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചത് ആരാണെങ്കിലും ഒരിക്കലും അത് മാപ്പർഹിക്കാത്ത പാതകമാണ് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. എന്തായിരുന്നാലും ജിന്നുകളോട് തേടാമോ ഇല്ലേ എന്ന തർക്കം, ഇല്ലേ എന്ന തർക്കം തന്നെ അത് ശിർക്കാണോ അല്ലേ എന്ന ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ നമുക്കിടയിൽ ഇല്ല. തീർത്തും ഇസ്ലാം വിലക്കിയ, നിഷിദ്ധമായി പഠിപ്പിച്ച, ശിർക്കിന്റെ വഴികളായി പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണത് എന്ന കാര്യത്തിലും തർക്കമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വിവാദമുണ്ടായത്? കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ലോകത്തെ ഖുറാഫി പണ്ഡിതന്മാർ അല്ലാഹുവിനായി കൊണ്ടുവരുന്ന നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട് കിട്ടാത്ത ദുർബലമായ ഒരു ഹദീസ്, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറയാമെന്ന് പഠിപ്പിക്കുന്ന, അങ്ങനെ ചില അടിമകൾ നമ്മെ സഹായിക്കാൻ എത്തുമെന്ന് വിവരിക്കുന്ന ദുർബലമായ നബിതങ്ങളിലേക്ക് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു റിപ്പോർട്ടിന് ദുർവ്യാഖ്യാനിച്ച് ഇത് ഞങ്ങൾക്ക് അമ്പിയായെയും ഔലിയായെയും വിളിച്ചു തേടാൻ തെളിവാണ് എന്ന് ലോക ഖുറാഫികളായ ആളുകൾ വാദിക്കുകയും അവർക്ക് മറുപടി പറയവേ ഈ ഹദീസ് ഒരിക്കലും നിങ്ങൾക്ക് തെളിവല്ല പല കാരണങ്ങളാൽ എന്ന് വിശദീകരിക്കുന്നിടത്ത് നാം ഐക്യകണ്ഠേന നിർത്തിയ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ സ്വഹീഹല്ല, ലഈഫാണ്, അതിനാൽ സ്വീകാര്യമല്ല, കർമ്മങ്ങൾ ചെയ്യാൻ യോഗ്യമല്ല. രണ്ടാമത്, അതിന്റെ കൂടെ തന്നെ അത് വിശദീകരിച്ച ലോകാടിസ്ഥാനത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും, നമ്മുടെ നാട്ടിലും അത് ചർച്ച ചെയ്ത മുഴുവൻ പണ്ഡിതന്മാരും ഒരേ സ്വരത്തിന് പറഞ്ഞു, ഇത് സ്വഹീഹാണെങ്കിൽ തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ, മരിച്ചു പോയവരെ വിളിച്ചു തേടാൻ ഇത് തെളിവില്ല, അത്തരം വിഷയവുമായി ഇത് ബന്ധമില്ല, ഇത് അഭൗതികമായ തേട്ടമല്ല, ഇത് ദുആ അല്ല, ഇത് അവിടെ ഹാജറുണ്ടാവാൻ ഇടയുള്ള ശബ്ദം കേൾക്കുന്ന മൃഗത്തെ പിടിച്ചു വെക്കാനാകുന്ന എല്ലരുകളോ മലകളോ അതുമല്ലാത്ത മറ്റു പല സൈന്യങ്ങളോ ഒക്കെയാകാം ഉദ്ദേശം. അത് ത്വയാണെങ്കിൽ തന്നെ നാം തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസയുമായി ഈ ഹദീസിന് ബന്ധമില്ല എന്ന് ഒരേ സ്വരത്തിൽ നമ്മൾ എല്ലാവരും, മറുഭാഗത്തിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളും അതേപോലെ ഇപ്പുറത്തിരിക്കുന്ന ഞാനടക്കമുള്ള എന്റെ സുഹൃത്തുക്കളും എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ കാലം വരെയും നാം ഇത് സമുദായത്തിൽ പഠിപ്പിച്ചു പോന്നു. കാരണം ഇത് മുൻഗാമികളായ പലരും ഉദ്ധരിക്കുകയോ കൈകാര്യം ചെയ്യുകയോ പ്രാവർത്തികമാക്കുകയോ പ്രാവർത്തികമാക്കാമെന്ന് ന്യായീകരിക്കുകയോ ചെയ്ത ധാരാളം
മഹത്തുക്കളായ മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും നമുക്ക്. ഉദാഹരണമായി ഈ ഹദീസിൽ ശിർക്ക് കാണാത്ത ആളുകളുടെ പട്ടിക നാം എണ്ണുകയാണെങ്കിൽ അത് ധാരാളമായി നീണ്ടുപോകുമെന്ന കാര്യം തീർച്ചയാണ്. ഏതാനും ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ. സ്വഹാബിമാരിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കടന്നു വരുന്ന സ്വഹാബിയാണല്ലോ. അദ്ദേഹം അഹ്മദ് ഹംബൽ, ഇമാം തുബറാനി, ഇബ്നു അബി ശൈബ, ഇമാം ബൈഹഖി, നബവി ഇമാമിന്റെ ഉസ്താദുമാര്, ഇബ്നു തൈമിയ്യ, ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ശൗക്കാനി, ഇബ്നു മുഫ്ലിഹ് തുടങ്ങി പൗരാണികരും ആധുനികരുമായ ധാരാളം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അർത്ഥമായി നിലകൊണ്ട ശിർക്കിനെതിരെ അതിശക്തമായി പടപെടുത്തിയ, അതിന്റെ പേരിൽ കാലങ്ങളോളം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും അടക്കം ഇസ്തിഗാസക്കെതിരെ അതിശക്തമായ ഗ്രന്ഥങ്ങൾ രചിച്ച ലോക ഖുറാഫികൾക്ക് മറുപടി നൽകിയ ശൈഖുൽ ഇസ്ലാം അടക്കം ഈ ഹദീസിൽ ശിർക്ക് കാണുന്നില്ല എന്നത് ആ രംഗത്ത് നാം എല്ലാ കാലത്തും പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്കറിയാം 1970-കളിലെ സെൽസബീലിലാണല്ലോ സൽസബീലിൽ അത് പ്രയോഗിച്ചതും അവിടുന്ന് ഇങ്ങോട്ട് 1980-കളിൽ നമ്മുടെ ശബാബിൽ അന്ന് ബഹുമാനനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചപ്പോൾ അവിടെയും ശിർക്ക് എന്ന അഭൗതിക വിളി എന്ന ഒരു വഴിയെ കണ്ടില്ലെന്ന് മാത്രമല്ല, ഇത് അഭൗതികമല്ലെന്നും അഭൗതികമായ പ്രാർത്ഥന എന്ന വകുപ്പ് ഇതിൽ വരുന്നില്ല എന്നുമാണല്ലോ അവരും രേഖപ്പെടുത്തി വെച്ചത്. പിന്നീട് അത് നമ്മൾ പുസ്തകമാക്കി 2005-ലാണ് എന്നെ ഓർമ്മ അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതുപോലെ 2001-ലെ ഷാർജ മുഖാമുഖവും 2004-ലെ മണ്ണാർക്കാട് സംവാദവും അതുപോലെ 2005-ൽ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി ഖുറാഫ് മറുപടിയായി വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം എഴുതിയപ്പോൾ ആചിന്തനം വാരികയിലും ഇസ്ലാഹി മാസികയിലും ചന്ദ്രിക പത്രത്തിലുമെല്ലാം കൈ ചെയ്യുകയും ശേഷം 2009 പോലെ 2011-ലെ മുഖാമുഖത്തിലുമെല്ലാം ബഹുമാന്യനായ അനസ് ഇതേ രൂപത്തിൽ തന്നെയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചത്. 2012-ൽ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മുമ്പാകെ സമർപ്പിച്ച പ്രബന്ധത്തിൽ ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ ഹനീഫ് കായക്കുടയും ഈയുള്ളവനും കൂടെ സമർപ്പിച്ചപ്പോൾ അതിലും പറഞ്ഞത് ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ തന്നെയും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇതിൽ തെളിവില്ല എന്നാണ് ആ പ്രബന്ധത്തിൽ പോലും ഞങ്ങളെന്ന് രേഖപ്പെടുത്തി വെച്ചത്. അഥവാ അത്തരമൊരു വകുപ്പില്ല എന്നർത്ഥം. ആ ഒരു ഹദീസിന് ഈ കാലം വരെയും പറഞ്ഞ മറുപടി തെറ്റായിരുന്നുവെന്നും തൗബ ചെയ്യുന്നുവെന്നും പിന്മാറുന്നുവെന്നുമൊക്കെ ആലോചന ആളുകൾ പറഞ്ഞൊപ്പിച്ചിട്ടാണല്ലോ ഒരു പുതിയ തലത്തിലേക്ക് അത് വിവാദമാക്കി കൊണ്ടുവന്നത്. മാത്രവുമല്ല, എന്നിട്ട് അതിൽ നിന്ന് ഉത്ഭുതമായി പിന്നെ ചില ആളുകൾ ഈ ഹദീസിന്റെ ചർച്ചയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോഴാണല്ലോ തന്ത്രപൂർവം എന്ന് തന്നെ പറയട്ടെ അവർ വലിച്ചിട്ടു. ജിന്നുകളോട് തേടാമെന്നാണോ അപ്പോൾ നിങ്ങളുടെ വാദം? ജിന്നുകളോട് സഹായമർത്ഥിക്കാമെന്നാണോ? വിജനപ്രദേശത്ത് ജിന്നുകളെ വിളിക്കാമെന്നാണോ? മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഇതേ ആളുകൾ തന്നെ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്ന, ഒരേ സ്റ്റേജിൽ ഒന്നിച്ചു നിന്ന് ഒരേ മറുപടി പറഞ്ഞ ആളുകളിൽ തന്നെ ചില ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഈ മറുപടി ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ ശിർക്കിലായിരിക്കുന്നു, നിങ്ങൾ ശിർക്കിലെത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ ഹദീസ് പിന്നെ പലപ്പോഴും ചർച്ചക്കെടുക്കാൻ എന്തോ പലരും പ്രയാസപ്പെടുന്നതായി നമുക്ക് പിന്നീട് കാണാനും കഴിഞ്ഞു. അങ്ങനെ ശിർക്ക് ആരോപിക്കുകയും ശാഖകൾ തോറും ഓരോ പ്രവർത്തകന്റെയും മനസ്സിലേക്ക് ഈ ചിന്ത പ്രചരിപ്പിക്കുകയും ശാഖയിലെ സാധാരണക്കാരായ ആത്മാർത്ഥരായ മുജാഹിദുകളായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പള്ളികളിലും സ്ഥാപനങ്ങളിലും മദ്രസകളിലുമടക്കം അതിൻ്റെതായ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ എത്തി. അത്തരൊരു ഘട്ടത്തിലാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഇത്തരം വേദി വേണമെന്ന്
ചിലർ ആവശ്യപ്പെടുകയും അതിന് ഞാനും അബ്ദുന്നാസുല്ലമിയും തയ്യാറാകുകയും ചെയ്തത് എന്നത് കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഈ ഹദീസ് വിശദീകരിച്ച ധാരാളം പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞ ഇബാദുള്ള ജിന്നും മലക്കുമാണെന്ന് പറഞ്ഞവരും അല്ല മലക്കു മാത്രമാണെന്ന് പറഞ്ഞവരും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ മാത്രമാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ മനുഷ്യനാണെന്ന് പറഞ്ഞ ഒരാളെയും പ്രാമാണികമായി നമുക്ക് അതിന്റെ വിശദീകരണത്തിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാനൊട്ട് സാധിക്കുന്നുമില്ല. എന്നാൽ ആ പണ്ഡിതന്മാർ തന്നെയും ജിന്നിനോട് ദുആ ചെയ്യൽ ശിർക്കാണെന്ന് വളരെ വ്യക്തമായി തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉദാഹരണമായി ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ല ജിന്നിനോട് ദുആ, ആ ദുആന്റെ പര്യായമായി വരുന്ന ഇസ്തിഗാസകൾ, ഇസ്തിആദകൾ ശിർക്ക് തന്നെ എന്ന് അർത്ഥസംഖ്യകൾ ഇല്ലാത്ത വിധം പ്രഖ്യാപിച്ച ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം പോലും ഈ ഹദീസ് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വിശദീകരണം എന്താ? ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഒന്ന് സ്വഹീഹാണോ അല്ലേ എന്നത് പരിശോധിക്കേണ്ടതാണ്, അത് നോക്കേണ്ടതാണ്, അത് വീണ്ടും പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷേ വഖദ് യകൂനു മിനൽ മലായിക വമിൻ മുഅ്മിനി അൽ ജിന്നി, ഇത് മലക്കുകളാവാം, അതേപോലെ മിൻ മുഅ്മിനിൽ ജിന്നി, ജിന്നുകൾ മുഅ്മിനീങ്ങളായ ജിന്നുകളുമാകാം. വഹാഉലാഇ ഹാദിറൂൻ, ഇവരാകട്ടെ ഹാദറായവരാണ്, അവിടെ സന്നിഹിതരായവരാണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, അത് ഗായിബിനോടുള്ള ദുആ അല്ല, ഗായിബിനോടുള്ള പ്രാർത്ഥനയല്ല എന്ന് തന്നെ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെച്ചു. എത്രയെത്ര പണ്ഡിതന്മാരാണ് ആ രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. ജിന്നോടുള്ള ദുആ ശിർക്കാണെന്ന് പറഞ്ഞ ദുആന്റെ പര്യായമായി വരുന്ന ഇസ്തിഗാസയും ഇസ്തിആനയും ശിർക്കാണെന്ന് പഠിപ്പിച്ച അതേ പണ്ഡിതന്മാർ തന്നെ ഈ വിഷയത്തിന് ഇവിടെ ഉദ്ദേശം ജിന്നും മലക്കുമാകാമെന്നോ അല്ലെങ്കിൽ മലക്കാകാമെന്നോ അവരെല്ലാം രേഖപ്പെടുത്തിയെങ്കിൽ ഇത് രണ്ടും രണ്ട് തലത്തിൽ തന്നെയാണല്ലോ ലോക പണ്ഡിതന്മാർ മുഴുവനും കണ്ടത് എന്നല്ലേ നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിർക്കാണെന്ന് ഫത്വ നൽകിയ, ജിന്നിനോട് സഹായം ശിർക്കാണെന്ന് ഫത്വ നൽകിയ ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ ആ പണ്ഡിതന്മാരിൽ ഒട്ടുമിക്ക പണ്ഡിതന്മാരും അല്ലാത്ത വിളിയെക്കുറിച്ചും സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ദുആ ആകുന്ന അതിന്റെ പര്യായമായി വരുന്ന സഹായാർത്ഥനയോ ഇനി പര്യായമായി വരാത്ത ഒരു സഹായാർത്ഥനയോ കേവലം ഒരു ചോദ്യമോ കേവലം ഒരു വിളിയോ ഏതാണെങ്കിലും ശരി, ജിന്നിനോട് ചോദിക്കാൻ, ജിന്നിനോട് പറയാൻ, ജിന്നിനോട് ആവശ്യപ്പെടാൻ, ജിന്നിനെ ഉപയോഗപ്പെടുത്താൻ, ജിന്നിനോടുള്ള മുആമലാത്തിന്, ജിന്നിനോടുള്ള ഇസ്തിംതാഇന്, ജിന്നിനോടുള്ള ഇസ്തിഖ്ദാമിന് യാതൊരു വഴിയും യാതൊരു വകുപ്പും ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് നൽകുന്നില്ല എന്നതിനാൽ ജിന്നുമായുള്ള അത്തരം ഒരു ബന്ധവും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അതേസമയം ജിന്നിനോടുള്ള പ്രാർത്ഥനയാണോ ആരാധനയാണോ ശിർക്ക് തന്നെ, സംശയമേതുമില്ല. അഭൗതികമായ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിൽ സഹായിക്കാനും ദോഷം വരുത്തുവാനുമെല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂവെന്ന പ്രമാണം പഠിപ്പിച്ച അർത്ഥസംഖ്യകൾ ഇല്ലാത്ത അടിസ്ഥാനപരമായ ആദർശം അതിൽ മായം ചേർത്തുകൊണ്ട് ജിന്നുകൾക്കും അഭൗതികമായ കഴിവുണ്ടെന്ന്, ജിന്നുകൾക്കും അഭൗതികമായ കേൾവിയുണ്ടെന്ന്, ജിന്നുകളും അഭൗതികമായി സഹായിക്കുമെന്ന് ഒരുത്തരം വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണല്ലോ. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, തേടേണ്ട കാര്യമില്ല, ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ആപേക്ഷികമായി ഒരു പക്ഷെ അദൃശ്യമെന്ന് പറയാം, ഒരു പക്ഷെ ആ അർത്ഥത്തിന് അഭൗതികമെന്ന് പറയാം. അതിൽ വ്യവസ്ഥ വായിച്ച കേട്ടവർക്കറിയാമല്ലോ, ഇതിൽ ഞാനും നാസസുല്ലമിയും തമ്മിൽ തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, ഉണ്ടാകേണ്ട കാര്യവുമില്ല. കാരണം അത് ബഹുമാന്യരായ നമ്മുടെ മുൻകാല പണ്ഡിതന്മാരും ഈ കാലത്തുള്ള നമ്മുടെ നേതാക്കന്മാരുമെല്ലാം മാറി മാറി പലരും പ്രയോഗിച്ച പ്രയോഗം തന്നെയാണ്. അതേസമയം പ്രാർത്ഥനയാകാൻ നാം സ്വീകരിച്ച അഭൗതികത എന്താണോ, പ്രാർത്ഥനയും അല്ലാത്തും വേർതിരിക്കാൻ, ശിർക്കും തൗഹീദും വേർതിരിക്കാൻ നാം ഇത്രയും കാലം പ്രയോഗിച്ച കാര്യകാരണ ബന്ധം എന്താണോ, ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു കഴിവുണ്ട് എന്ന് ആ അർത്ഥത്തിലാണ് അഭൗതികമെന്ന വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ആ പ്രയോഗം തന്നെ, ആ വിശ്വാസം തന്നെ ശിർക്കാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, സഹായം തരേണ്ട കാര്യമില്ല, വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. കാരണം ഈ കാലം വരെയും നാം രേഖപ്പെടുത്തിയതും പഠിപ്പിച്ചതും എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പോലും നാം ഇറക്കിയ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന ഈ പുസ്തകത്തിന്റെ 5-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ബഹുമാന്യനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലും ആവർത്തിച്ച് വ്യക്തമാക്കി, അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുക.
ഇതാ ഞാൻ വായിക്കട്ടെ. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല, ഒരു പടപ്പിനും ആ കഴിവില്ല. ആ കഴിവുണ്ട് എന്ന് എപ്പോ വിശ്വസിക്കുന്നുവോ അവിടെ ശിർക്ക് വരുന്നു. പിന്നെ തേടേണ്ട കാര്യമില്ല, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, ആ വിശ്വാസമൊന്നുമില്ല. അഭൗതികത കൽപ്പിക്കുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല, അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ജിന്നുകളെ കഴിവെന്ന് അംഗീകരിക്കുകയോ ജിന്നുകൾ കാണുമെന്നോ കേൾക്കുമെന്നോ ജിന്നുകൾ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും സഹായിച്ചേക്കാമെന്നോ ആരെങ്കിലും ഉപദ്രവിച്ചേക്കാമെന്നോ വിശ്വസിച്ചാൽ അതൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അതൊരിക്കലും അദൃശ്യമായ മാർഗത്തിലല്ല, അതൊരിക്കലും അഭൗതികമായ മാർഗത്തിലല്ല. കാരണം അദൃശ്യ കാഴ്ച റബ്ബിന് മാത്രം, അദൃശ്യമായ കേൾവി റബ്ബിന് മാത്രം, അദൃശ്യമായ കഴിവുകൾ റബ്ബിന് മാത്രം എന്ന് നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ വിശ്വാസം പരിഗണിച്ചുകൊണ്ട് ലോക സലഫി പണ്ഡിതന്മാർ മിക്കവാറും രേഖപ്പെടുത്തി വെച്ചു, ജിന്നോട് ഇസ്തിആനത്താണോ സഹായം ചോദിക്കലാണോ വിശ്വാസം അനുസരിച്ച് അവിടെ വിധി പറയാനാകൂ. അവന്റെ വിശ്വാസം ജിന്നുകൾ ഇവന്റെ വിളി എവിടെ നിന്നായാലും കേൾക്കുമെന്നാണോ, എപ്പോഴാണെങ്കിലും കേൾക്കുമെന്നാണോ, ഇവന്റെ ജീവിതത്തിൽ എങ്ങനെയും ഇടപെടാൻ സാധിക്കുമെന്നാണോ, ഇവൻ വിളിച്ചാൽ ആ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുമെന്നാണോ, ഇവന്റെ തേട്ടത്തിന് അവർക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്നാണോ, ആ ഒരു വിശ്വാസമുണ്ടോ എങ്കിൽ സംശയമില്ല ആ ഇസ്തിആനത്ത് ശിർക്ക് തന്നെ. ആ ഇസ്തിആനത്ത് മാത്രമല്ല, ആ വിശ്വാസവും ശിർക്ക് തന്നെ, ആ വിശ്വാസം തന്നെ, ആ ധാരണ തന്നെ ശിർക്കായി. ഇനി അതൊന്നുമില്ല, അങ്ങനത്തെ വിശ്വാസവുമില്ല. ജിന്നുകൾക്ക് അള്ളാഹു നൽകിയ പ്രകൃതമുണ്ട്, മലക്കുകൾക്ക് അള്ളാഹു നൽകിയ പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ കാണാനാകുമെന്നോ കേൾക്കാനാകുമെന്നോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ വല്ല ഉപദ്രവമുണ്ടെങ്കിൽ അതവർ ആർക്കെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്തേക്കാമെന്നോ വല്ലവനെ ഉപദ്രവിച്ചേക്കാമെന്നോ വിശ്വസിക്കുമ്പോൾ അവിടെ ഒരിക്കലും ഈ തർക്കമുള്ള അഭൗതികത കൽപ്പിക്കുക എന്ന വകുപ്പ് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇതിനെ ശിർക്കും വസിയത്ത് ശിർക്കും അത് രണ്ടായി ഇസ്തിആനത്തിനെ വേർതിരിച്ചത്. ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ വാദമല്ല, മറിച്ച് KNM-ഉം KJ-യും ഈ കാലം വരെയും തർക്കമില്ലാതെ പറഞ്ഞ ഈ ഒരു അടിസ്ഥാന ആദർശം. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടില്ലേ വസീലയായതുണ്ട് ശിർക്കായതുണ്ട് എന്ന്, ബക്കർ അബൂ സൈദ് പറഞ്ഞില്ലേ ശിർക്കായതുണ്ട് വസീലയായതുണ്ട് എന്ന്, സാലിഹുൽ ഫൗസാൻ പറഞ്ഞില്ലേ ശിർക്കായതുണ്ട് വസീലയായതുണ്ട് എന്ന്, അബ്ദുല്ലാഹി ഇബ്നു ഖുദയ്യാൻ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹി ഇബ്നു ആൽ ഷെയ്ഖ് പറഞ്ഞില്ലേ, അതേപോലെ ഷെയ്ഖ് അൽബാനി അടക്കമുള്ള, അതേപോലെ സാലിഹ് അൽ ഷെയ്ഖ് അടക്കമുള്ള അബ്ദുല്ലാഹിൽ ഫഖീഹിനെ പോലെയുള്ള എന്തിനേറെ കുവൈത്ത് ഔത്റാത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായ താരിഖ് ഈസയെ പോലെയുള്ള ഹമൂദ് നജരിയെ പോലെയുള്ള ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഈ ചർച്ചയിൽ പോലും ഇടപെട്ടുകൊണ്ട് നമ്മോട് പറഞ്ഞതെന്താ, അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ, ജിന്നിനോട് ഇസ്തിആനത്ത് പല ഇനങ്ങളാണ്, പല തരത്തിലാണ്. മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ലിശ്ശിർകി, ശിർക്കായതുണ്ട് ശിർക്കിലേക്ക് വസീലയാകുന്നതുണ്ട്. പക്ഷേ ലാകിൻ യഹ്റുമു ജമീഉഹാ, എല്ലാം ഹറാമ് തന്നെ, എല്ലാം നിഷിദ്ധം തന്നെ. എന്തേ കാരണം? മിൻ ബാബി സദ്ദി ദരീഅതി ലിശ്ശിർകി, ശിർക്കിലേക്കുള്ള വഴി അടക്കാൻ, ശിർക്കിലേക്കുള്ള പഴി അടക്കാൻ, ശിർക്കിലേക്കുള്ള വസീല അടക്കാൻ എന്ന ന്യായം പറഞ്ഞിട്ട് അവര് പറഞ്ഞുവല്ലോ എല്ലാം ഹറാമ് തന്നെ. ഇങ്ങനെ ലോകത്ത് തർക്കമില്ലാതെ അംഗീകരിച്ചു പോന്ന അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ മുഴുവനും തന്നെ എന്ന് പറയാവുന്ന രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ച സലഫി പണ്ഡിതന്മാർ ഒട്ടുമിക്കവാറും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച നമ്മുടെ നാട്ടിലും ബഹുമാനനായ KM മൗലവി മുതൽ ഇങ്ങോട്ട് വക്കം മൗലവി അടക്കമുള്ള ഉമർ മൗലവി അടക്കമുള്ള KP മുഹമ്മദ് മൗലവി അടക്കമുള്ള AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കന്മാരും തർക്കമില്ലാതെ അവരെല്ലാം രേഖപ്പെടുത്തി പോന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനാകുമെന്ന വിശ്വാസമാണ് വെച്ച ആ അസുലിനെ മറികടന്നുകൊണ്ട് ഇവിടെ മടവൂരികൾ കൊണ്ടുവന്ന ഒരു പുത്തൻ വാദം, ജിന്നും മലക്കുമെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്നും അതുകൊണ്ട് ജിന്ന് സഹായിക്കുമെന്ന വിശ്വാസം തന്നെ മലക്ക് സഹായിക്കുമെന്ന വിശ്വാസം തന്നെ ശിർക്കാണ് എന്നുമുള്ള അബ്ദുസ്സലാം സുല്ലമി കൊണ്ടുവന്ന ഒരു പിഴച്ച വാദം, മുസ്ലിം ലോകത്ത് പരിചയമില്ലാത്തൊരു വാദം. 2002 ആ വാദവുമായി മടവൂരികൾ വരുമ്പോൾ അന്ന് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് കൂടെ അന്നുണ്ടായിരുന്ന ഈ നാസർ സുല്ലമി അടക്കമുള്ള അന്നത്തെ മടവൂരികൾക്കെതിരെ ഒറ്റക്കെട്ടായി മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, ഇല്ല സുല്ലമി, നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങൾക്ക് പറ്റിപ്പോയി, നിങ്ങളുടെ ആ ധാരണ അബദ്ധമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സിഹ്ർ തള്ളേണ്ടി വന്നത്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കണ്ണീർ തള്ളേണ്ടി വന്നത്. അഹ്ലുസുന്ന ഇത്രയും കാലം പറഞ്ഞ KNM-ഉം KJ-യും ഇത്രകാലം പറഞ്ഞ ഈ ആദർശത്തിൽ നിന്ന് എന്ത് നിങ്ങൾ മാറിയെന്ന് അന്ന് അബ്ദുസ്സലാം സുല്ലമിയോട് ഞാനും കായക്കൊടിയും അടക്കമുള്ളവര് ഹംസ ബാക്കവി അടക്കമുള്ളവര് ഒന്നിച്ചെന്ന് ചോദിക്കുമ്പോൾ അന്ന് അപ്പുറത്ത് ആ ചോദ്യം നേരിടുന്ന
അറിയപ്പെടുന്ന കൂട്ടത്തിലായിരുന്നുവല്ലോ ഈ നാസർ സുല്ലമി ഉണ്ടായിരുന്നത്. 2010 വരെ അദ്ദേഹം അവിടെ നിന്നു. നമുക്ക് 2002 KJU രണ്ട് കൂട്ടരെയും ഒന്നിച്ചെടുത്തിട്ട് ചർച്ച ചെയ്യുകയും 18 തീരുമാനങ്ങൾ എഴുതി തയ്യാറാക്കി നമ്മെ അറിയിക്കുകയും ചെയ്തു. അന്ന് ആ തീരുമാനങ്ങൾ അംഗീകരിക്കാനാവാതെ മറുഭാഗത്ത് നിന്ന അബ്ദുൽ നാസർ സുല്ലമി 2010 ഇങ്ങോട്ട് വരികയും അൽഹംദുലില്ലാഹ് നല്ല കാര്യമെന്ന് നമ്മളൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ടും അവിടെ പ്രസംഗിച്ച അതേ പ്രസംഗം തന്നെ, അവിടെ പറഞ്ഞ അതേ ആദർശം തന്നെ, അവിടെ വിശദീകരിച്ച അതേ വിശദീകരണം തന്നെ ഇവിടെ ഇവിടെ നമ്മൾ നേരന്മാരും പണ്ഡിതന്മാരുമായ ചില ആളുകളെങ്കിലും എന്താണ് വസ്തുത എന്നറിയാതെ തെറ്റിദ്ധരിച്ച് അത് വിശ്വസിച്ചുകൊണ്ട് അവർ രംഗത്തിറങ്ങുകയും അങ്ങനെ ഈ കാലം വരെയും തൗഹീദിന് വേണ്ടി പോരാടിയ, ഖുറാഫികൾക്കെതിരെ പോരാടിയ, മടവൂരികൾക്കെതിരെ പോരാടിയ, മൗദൂദികൾക്കെതിരെ പോരാടിയ, ഏതെല്ലാം നിലക്ക് ഇസ്ലാമിന് വിരുദ്ധമായ എന്തെല്ലാം ആദർശങ്ങൾ എവിടെയെല്ലാം കടന്നു വരുന്നുവോ അവിടെയെല്ലാം കഴിവിന്റെ പരമാവധി പോരാടാൻ രംഗത്തിറങ്ങിയ ഈ പ്രസ്ഥാനത്തിലെ പ്രബോധകന്മാർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, ദാഇമാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി അന്ന് പറഞ്ഞ ആ ശിർക്കാരോപണം, മടവൂരികൾ 10 കൊല്ലം പ്രചരിപ്പിച്ച ആ ശിർക്കാരോപണം നമ്മുടെ നേതാക്കന്മാരിൽ ചിലർ അറിഞ്ഞോ അറിയാതെയോ അത് ഏറ്റെടുത്തുകൊണ്ട് ചിലരുടെ എല്ലാം ഒത്താശയോടുകൂടി അത് പ്രചരിപ്പിക്കുകയും എന്നിട്ട് തങ്ങൾ തൗഹീദിന്റെ സംരക്ഷകരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഞങ്ങളൊക്കെ ശിർക്കിലേക്ക് പോയി എന്ന്, ജിന്നിന്റെ ആളുകളായി എന്ന്, ജിന്നൂരിയായി എന്ന് പരിഹസിക്കുകയും ചെയ്യുന്ന രംഗം വല്ലാത്ത വേദനാജനകമാണ്. ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ വായിച്ച ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, ഷെയ്ഖ് ഹുസൈമീനെ പോലെയുള്ള, ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, ഹമൂദ് നജ്ദിയെ പോലെയുള്ള, താരിഖ് ഈസയെ പോലെയുള്ള, ബക്കർ അബൂ സൈദിനെ പോലെയുള്ള, ഷെയ്ഖ് ഫൗസാനെ പോലെയുള്ള, ആലു ഷെയ്ഖിനെ പോലെയുള്ള, അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ ആലു ഷെയ്ഖിനെ പോലെയുള്ള, അതേപോലെ അബ്ദുല്ലാഹി ഫഖീഹിനെ പോലെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത നൂറുകണക്കായ സലഫി ലോകം ഒന്നാകെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ മുഴുവനും ജിന്നൂരിയാണെന്ന് പറയാൻ, അവരെല്ലാം ശിർക്ക് പ്രചരിപ്പിച്ചുവെന്ന് പറയാൻ, അവരെല്ലാം ശിർക്കിന്റെ വാഹകരാണെന്ന് പറയാൻ, ഇനി അവിടെ പ്രസംഗം ആവശ്യമില്ലെന്ന് പറയാൻ, അവിടെ കിതാബ് ആവശ്യമില്ലെന്ന് പറയാൻ, അവിടെ ഒരു സഹായം നമുക്ക് ആവശ്യമില്ലെന്ന് പറയാൻ ഈ നാസർ സുല്ലമി തയ്യാറാകുമോ എന്ന് സാന്ദർഭികമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു വിശദീകരണം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും മുസ്ലിം ലോകത്ത്, സലഫി ലോകത്ത് നേതൃത്വം നൽകുന്ന അഹ്ലുസുന്നയുടെ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ അവരെല്ലാം ഈ വിഷയത്തിൽ ശിർക്കായതും വസീലയായതുമെന്ന് ഇസ്തിആനത്തിന് രണ്ടായി വേർതിരിച്ചെങ്കിൽ അത് ഖുർആൻ തിരിയാത്തത് കൊണ്ടല്ല, അത് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ മനസ്സിലാവാത്തത് കൊണ്ടല്ല, തആവനു ബിൽ വത്തഖ്വ എന്ന ആയത്ത് അവർക്കാർക്കും തിരിയാത്തത് കൊണ്ടല്ല, അഖീദയിൽ അഗാധ പാണ്ഡിത്യമുള്ള, അങ്ങേയറ്റം പ്രാവീണ്യമുള്ള ഒരു സുല്ലമി വന്നപ്പോഴാണ് ഇതൊക്കെ പരിഹാരമായത് എന്ന് ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞെങ്കിൽ അത് സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയൊന്നുമില്ല. എനിക്കറിയാം, എന്റെ മറ്റു സുഹൃത്തുമായി ഇതേപോലെ ഒരു സംസാരം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആലു ശൈഖിനെ ഞാൻ തോട്ടിലേക്ക് എറിയുന്നു എന്ന, ആലു ശൈഖിനെ കിതാബ് വലിച്ചെറിയുന്നുവെന്ന. അങ്ങനെ വലിച്ചെറിയുമോ? അതല്ല അദ്ദേഹം വലിച്ചെറിഞ്ഞത്, തിരിച്ചെടുക്കുമോ എന്ന് ഇൻഷാ അല്ലാഹ് ഈ സംവാദം കഴിയുമ്പോഴേക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ച് ജിന്നുമായുള്ള യാതൊരു ഇടപാടുകളും, ഒരു ഇസ്തിഖ്ദാമും, ഒരു ഇസ്തിആനത്തും, ഒരു ഇസ്തിംതാഉം ഒന്നും തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ശിർക്കായത് ഏതായാലും പാടില്ല. ഇനി ശിർക്കല്ലാത്ത വല്ല വിളിക്കും എവിടെങ്കിലും വല്ല വഴിയുമുണ്ടെങ്കിൽ ആ വിളി പോലും നിഷിദ്ധമാണ്, ഹറാമാണ്. കാരണം അതെല്ലാം ശിർക്കിലേക്ക് എത്തിക്കും. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശിർക്ക് കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് ജിന്നുകളുമായുള്ള അത്തരം ഒരിടപാടുകളും ഒരു ഇസ്തിആനത്തും പാടില്ല. സൗദി അറേബ്യയിലെ ലജ്ന പറഞ്ഞതുപോലെ അതെല്ലാം വസീലത്തും മിൻ വസാഇലി ശിർക്കി, ശിർക്കിന്റെ വസീലകളിൽപ്പെട്ട ഒരു വസീലയാണെന്നതുകൊണ്ട് അത് പാടില്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അതുകൊണ്ട് ഒരിക്കലും ശിർക്കിലേക്ക് പോകുന്നതിന് ആലോചിക്കാത്ത, അത് സഹിക്കാൻ കഴിയാത്ത, ശിർക്കിനെ ഗൗരവമായി കാണുന്ന, ഇന്നും സമൂഹത്തിൽ ശിർക്കിനെതിരെ അതിശക്തമായി പോരാടുന്ന ദാഴിമാർക്കെതിരെ, പ്രബോധകന്മാർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, പ്രവർത്തകന്മാർക്കെതിരെയുള്ള ഈ ശിർക്കാരോപണം ഇനിയെങ്കിലും അവസാനിപ്പിച്ച് ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് അത് തുറന്നു പറഞ്ഞ് ഈ വിഷയത്തിൽ ഇത്രയും കാലം നമ്മൾ സ്വീകരിച്ച നയമെന്താണോ, KJU പറഞ്ഞ നയമെന്താണോ, KNM സ്വീകരിച്ച നയമെന്താണോ, 2012 വരെ KNM-ഉം KJU-യും ഐക്യകണ്ഠൻ അംഗീകരിച്ച നയമെന്താണോ ആ നയം തന്നെയാണ് ശരിയെന്ന് തുറന്ന് അംഗീകരിച്ച് അതിലേക്ക് മടങ്ങാൻ, KNM-ന്റെ ആദർശത്തിലേക്ക് മടങ്ങാൻ, KJU-വിന്റെ ആദർശത്തിലേക്ക് മടങ്ങാൻ, KM മൗലവി പടുത്തുയർത്തിയ, ഉമർ മൗലവി നേതൃത്വം കൊടുത്ത, KP മുഹമ്മദ് മൗലവി നേതൃത്വം നൽകിയ, കുഞ്ഞീദ് മദനി ഫത്വ ബോർഡ് ചെയർമാനായ ഈ KJU-വിന്റെ
ആദർശ വഴിയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാവണം എന്ന് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ജിന്നുകൾക്കും അഭൗതികമായി സഹായിക്കാനാകുമെന്ന്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ് എന്ന ഈ ശിർക്കിന്റെ വിശ്വാസം നിങ്ങൾ പേരുകടക്കല്ല. ആ വിശ്വാസമാണ് ശിർക്ക്. ജിന്നിന്റെ സഹായം അഭൗതികമാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശേഷണമാണ് അഭൗതികമായി സഹായിക്കാൻ റബ്ബിനെ കഴിയുമെന്ന ആ ഒരു KJUവിന്റെ ആദർശത്തിലാണ്, അഹ്ലുസുന്നയുടെ ആദർശത്തിലാണ് നിങ്ങൾ വെള്ളം ചേർത്തത്. നിങ്ങളാണ് ശിർക്ക് വന്നിട്ടുള്ളത് എന്ന കാര്യം നാം തിരിച്ചറിയണം. ഇതറിയാതെ ഈ സാധാരണക്കാരെ മുഴുവനും ജിന്ന ഭൗതികം തന്നെ, ജിന്നിന്റെ കഴിവ് അഭൗതികം തന്നെ, സഹായം അഭൗതികം തന്നെ എന്നിപ്പോൾ പറഞ്ഞു നടക്കുന്നുവെങ്കിൽ ആ സുഹൃത്തുക്കളെ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കല്ല. അവർ തൗഹീദിൽ നിൽക്കട്ടെ, അവർ KNMന്റെയും KJUവിന്റെയും ആദർശ പാതയിൽ നിലകൊള്ളട്ടെ എന്നാണ് നാസസുല്ലമയോട് വളരെ മാന്യമായി അങ്ങേറ്റം വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നിട്ട് ഈ രൂപത്തിൽ ഈ പ്രവർത്തകന്മാരെ മുഴുവനും ശിർക്കിന്റെ വഴിയെ എന്തിനാ താങ്കൾ കൊണ്ടുപോകുന്നത്? ജിന്നിന്റെ സഹായം അഭൗതികമാണത്രേ, ജിന്നിന്റെ ഉപദ്രവങ്ങൾ അഭൗതികമാണത്രേ. നമ്മൾ പഠിപ്പിച്ചതോ അഭൗതിക കഴിവ് അല്ലാഹ്ക്ക് മാത്രമെന്ന, അഭൗതിക സഹായം റബ്ബിൽ നിന്ന് മാത്രമെന്ന. ഇപ്പൊ പ്രസംഗിക്കുന്നു, ഇപ്പൊ പറയുന്നു, ഇപ്പൊ എഴുതി പ്രചരിപ്പിക്കുന്നു ജിന്നിന്റെ സഹായം അഭൗതികമാണ്. പൊളിഞ്ഞില്ലേ തൗഹീദ്? പൊളിഞ്ഞില്ലേ നമ്മുടെ അസ്ല്? ഈ കാലം വരെയും ഖുർആനോട് പറഞ്ഞ ആ അസ്ല് പൊളിഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ മുഹീദ്ദീൻ ശൈഖ് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാണോ എന്ന ചോദ്യം മൂവാറ്റുപുഴയിൽ വന്നപ്പോൾ എന്റെ സുഹൃത്ത് ജ്യേഷ്ഠ സഹോദരൻ ഹനീഫ് കായക്കുടിക്ക് എന്തേ അവിടെ മറുപടി പറയാൻ സാധിച്ചില്ല? Alhamdulillah, alhamdulillahi rabbil alamin, wal aqibatu lil muttaqin, wala udwana illa alal zalimin. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ثم ما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. إياك نعبد وإياك نستعين. ബഹുമാന്യരായ എൻ്റെ പണ്ഡിത സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ, ഈ സംവാദത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പണ്ഡിതന്മാരെ, മധ്യസ്ഥരെ, കോഴിച്ചന യൂണിറ്റിലെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ, കൃത്യമായ ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വാദങ്ങൾ തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവാദവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംവാദത്തിന്റെ തുടക്കത്തിൽ എന്താണ് രണ്ട് കൂട്ടരുടെയും വാദമെന്നും ഈ വാദം സമർത്ഥിക്കാൻ ആവശ്യമായ പ്രമാണങ്ങൾ എന്തെല്ലാമാണ് എന്നും ഈ പ്രദേശത്തുകാരനായ ബാപ്പുട്ടി മാലോകരെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. പിന്നീട് വിഷയം അവതരിപ്പിച്ച എൻ്റെ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ വാദം ഇവിടെ ആളുകൾ വായിച്ചു കേട്ടു എങ്കിലും ആ വാദത്തിൽ നിന്നും പരിപൂർണമായും ഒളിച്ചോടിക്കൊണ്ടുള്ള ഒരു അവതരണമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. ഏതായാലും ഈ സംവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്റർനെറ്റിലൂടെയും മറ്റും എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരുടെ പല സംസാരത്തിൽ പോലും നടത്തിയ കുപ്രചരണത്തിന് വിരാമം കുറിച്ചിരിക്കുന്നു എന്ന് ഈ സംവാദം കാണുന്ന എല്ലാവരും മനസ്സിലാക്കും. സംവാദ വ്യവസ്ഥ എഴുതി നാസർ സുല്ലമി ഒളിച്ചോടിപ്പോയിരിക്കുന്നു എന്ന് ചില സുഹൃത്തുക്കൾ SMS-ലൂടെ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന് മുങ്ങാൻ പരിപാടിയുണ്ട് എന്ന് ചില ഉത്തരവാദിത്തപ്പെട്ടവർ പോലും പ്രസംഗിക്കുകയും ചെയ്തതായി അറിയാൻ സാധിച്ചു. ഏതായാലും ഇതോടെ ആ പ്രചരണം ഇവിടെ അവസാനിക്കുകയാണ്. തന്നെയുമല്ല, സംവാദ വ്യവസ്ഥയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ
മാസങ്ങളായി ഈ വിഭാഗം കേരളക്കരയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി അൽ ഇസ്ലാഹി എന്ന മാസികയിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ജിന്ന് ഭൗതികമാണ് എന്നും അതുകൊണ്ട് ജിന്നിനോടുള്ള ചോദ്യം ഭൗതികമാണ് എന്നും അതിനാൽ അതിൽ ശിർക്കില്ല എന്നുമുള്ള പ്രചരണം മാസങ്ങളായി ജബ്ബാർ മൗലവി അനുകൂലിക്കുന്ന സക്കരിയ മൗലവിയും അദ്ദേഹത്തെ നേതാവാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സക്കരിയ ഭാഗത്തുള്ള ചില ആളുകളും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഏറ്റവും പുതിയ സൈദ്ധാന്തിക വേഷമാണ് എന്റെ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരുടെ ചത്തപോത്തും യാ ഇബാദല്ലയും എന്ന സിഡിയിലൂടെ ലോകം കണ്ടത്. ആ സിഡികൾ കേട്ട എല്ലാവർക്കും അറിയാം, അദ്ദേഹം ആ സിഡിയിലൂടെ പ്രഖ്യാപിച്ചതും അവതരിപ്പിച്ചതും ജിന്നെ ഭൗതികമാണ്. ജിന്ന് ഭൗതികമെന്ന് അഭൗതികമെന്ന് വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസം കൊണ്ട് തന്നെ ഒരാളിൽ ശിർക്ക് വന്നു, പിന്നെ വിളിച്ച് തേടണമെന്നില്ല. എന്നാൽ അതേ ഫൈസൽ മുസ്ലിയാർ വാദപ്രതിവാദത്തിന് വേണ്ടി സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരുന്നപ്പോൾ രണ്ടു കൂട്ടർക്കും തർക്കമില്ലാത്ത ഒരു വാദം ആദ്യം കൊണ്ടുവരികയും പിന്നീട് എന്താണ് നാട്ടിൽ നടക്കുന്ന ചർച്ചയെന്ന് പോലും അറിയാത്ത അവസ്ഥ വന്നപ്പോൾ മുസ്ലിയാരെ, ഞാനും നിങ്ങളും തമ്മിലുള്ള ചർച്ച ഇന്നതാണ്, നമ്മൾ തമ്മിലുള്ള തർക്കം ഇന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാദം മാറ്റി എഴുതുകയും ചെയ്തു. ആ വാദത്തിന്റെ പ്രസക്ത ഭാഗം ഞാൻ മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട്. അതിനാൽ എല്ലാം ഹറാമാണ്. ഇതായിരുന്നു ഫൈസൽ മുസ്ലിയാരുടെ വാദം. ഈ വാദം തെളിയിക്കാൻ ആവശ്യമായ പ്രമാണം വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും മൻഹജുസ് സലഫ് അനുസരിച്ച് എന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അരമണിക്കൂറുള്ള വിഷയാവതരണം ലോകം ഇവിടെ ശ്രവിച്ചു കഴിഞ്ഞു. ഇനി ഈ സംവാദം തുടർന്നു കൊണ്ടുപോവേണ്ടതില്ലാത്ത വിധം എവിടെയാണ് ഹഖ്, എവിടെയാണ് ബാത്തിൽ എന്ന് ഇത് കേൾക്കുന്ന ഈ സാധക്കാർ വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഏതെങ്കിലും ഒരു വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തോ സഹീഹായ ഒരു ഹദീസോ ഉദ്ധരിക്കുവാൻ കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അത് തന്നെ അദ്ദേഹം എന്താണ് വാദം എന്ന് മറന്നുപോയതുപോലെ തോന്നുന്നു. വാദത്തിൽ നിന്ന് ഒളിച്ചോടി വാദത്തിലില്ലാത്ത മറ്റൊരു വിഷയത്തിലേക്ക്, അഥവാ ദുർബലമായ സൽമാനുൽ ഫാരിസിയുടെയും ഹുസൈൻ സലഫിയുടെയും ഭാഷയിൽ വാറോലയായ ഒരു ഹദീസിനെ സംബന്ധിച്ച് ചർച്ചയിൽ സമയം വിഷയാവതരണത്തിന് വേണ്ടി അദ്ദേഹം നീട്ടിവെക്കുകയും വാദം എന്താണ് എന്ന് എന്റെ സുഹൃത്ത് മറന്നുപോകുക ചെയ്തിരിക്കുന്നു. വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ സമയത്ത് അദ്ദേഹത്തിന്റെ മധ്യസ്ഥൻ കൂടിയായ KC അയ്യൂബ് സാഹിബ് ഈ യാ ഇബാദല്ലയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മാന്യ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരി പറഞ്ഞത് അത് ലഈഫാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ ലഈഫായ ഹദീസിനെ കുറിച്ചാണ് ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് വാദം എന്ന് പോലും മറന്ന് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ യാ ഇബാദല്ലയല്ല എന്റെ സഹോദരൻ ഫൈസൽ മുസ്ലിയാരെ, താങ്കൾ മനസ്സിലാക്കണം, യാ ഇബാദല്ലയെ കുറിച്ചുള്ള ചർച്ചയല്ല നമ്മുടെ വാദപ്രതിവാദത്തിലെ വ്യവസ്ഥയിൽ താങ്കളുടെ വാദമായി താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ജിന്നുകളോടുള്ള അഭൗതികമായ ജിന്നിനോടുള്ള മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന, അതിൽ ശിർക്കായതുമുണ്ട്, വസീലത്ത് ശിർക്കായതുമുണ്ട്. ദയവ് ചെയ്ത് വരാനിരിക്കുന്ന ചർച്ചകളിൽ നിന്നെങ്കിലും വാദത്തിൽ നിന്ന് മാറരുത് എന്ന ഒരു അപേക്ഷ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനം ഈ ആദർശ പ്രബോധനത്തിന് മാതൃക കാണുന്നത്
സ്വീകരിക്കുകയും അത് ആളുകൾക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്തവരാണ്. അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ആത്യന്തികമായ സഹായം പടച്ച തമ്പുരാനോട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറം അല്ലാഹു തആല മനുഷ്യർക്ക് പരസ്പരം നൽകിയിട്ടുള്ള കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ പരസ്പരം സഹായം ചോദിക്കുകയും പരസ്പരം സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടർന്നു വരുന്ന ഒരു നടപടിക്രമമാണ്. ഈ തൗഹീദ് പഠിപ്പിച്ച, ഈ തൗഹീദ് പ്രബോധനം ചെയ്ത, ഈ തൗഹീദ് ഉൾക്കൊണ്ട ഒരു പ്രവാചകനും മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായം ചോദിക്കൽ അത് ഇയ്യാക നസ്തഈൻ എന്ന ആശയത്തിന് വിരുദ്ധമാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ പഠിപ്പിച്ചില്ല, സഹാബത്ത് പഠിപ്പിച്ചില്ല, താബീങ്ങൾ പഠിപ്പിച്ചില്ല, തബഉ താബീങ്ങൾ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത പ്രവാചകന്മാർ നടപ്പിൽ വരുത്തിയ അനുവദനീയമായ സഹായം ചോദിക്കലിലാണ് മനുഷ്യന്മാർ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായ ചോദ്യം. എന്നാൽ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഇവിടെ പറയുകയുണ്ടായി, മടവൂരികൾ പ്രചരിപ്പിച്ച ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം മുജാഹിദുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന്. എന്റെ മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ താങ്കൾക്ക് ലഭിക്കുന്ന 5 ചോദ്യോത്തര സെഷനിലെങ്കിലും അതല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന ഉപസംഹാര സെഷനിലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തണം. തന്നെയുമല്ല, അല്ലാഹു തആല നമുക്ക് വെച്ച് തന്ന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൂടെയാണ് മനുഷ്യന്മാർ പരസ്പരം സഹായങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ കാര്യകാരണങ്ങളിൽ ബന്ധപ്പെട്ട് നാം ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അതൊരിക്കലും ശിർക്കാവുകയില്ല, ഹറാമാവുകയില്ല, വസീലത്ത് ശിർക്കാവുകയില്ല, അനുവദനീയമാണുമായി മാറുക. എന്നാൽ ഫൈസൽ മുസ്ലിയാരുടെ വാദപ്രകാരം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ജിന്നിനോട്, അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് സഹായം ചോദിക്കലിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ആമുഖമായി ഞാൻ ഓതിവെച്ച ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ആയത്ത്, ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ സത്യസന്ധമായ വെളിച്ചത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതൻ, ഏതെങ്കിലും ഒരു സഹാബി, ഏതെങ്കിലും ഒരു താബിഈ ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, ആ ആയത്തിൽ മനുഷ്യന്മാർ പരസ്പരം പെടുന്ന സഹായവും ഉൾപ്പെടും എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. മറിച്ച് ഈ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന സഹായം അത് അനുവദനീയമാണ് എന്ന് വളരെ കൃത്യമായി വെളിവാക്കിയിട്ടുണ്ട്. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയ സംബന്ധമായി ഇറക്കിയ തീരുമാനം, ആ തീരുമാനത്തിൽ അനവധി പ്രാവശ്യം വായിച്ചിട്ടുള്ള ലജ്നത്ത് ദായിമയുടെ ഫത്വയാണ്. ആ ഫത്വയുടെ രത്നച്ചുരുക്കം ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ഗായിബീന, ജിന്നുകളോടോ അഭൗതിക ജീവികളോടോ സഹായം ചോദിക്കൽ അനുവദനീയമല്ല. ലിഅന്ന ഹാദാ മിനശ് ശിർക്ക് ബില്ലാഹ്, കാരണം അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് എന്ന് പറഞ്ഞിട്ട് ഇബാദത്ത് എന്നത് ഈ ഇബാദത്താകുന്ന ഇസ്തിആനത്ത് അല്ലാഹുവിലേക്കല്ലാതെ മരിച്ചുപോയ ഒരാളിലേക്കും, ജിന്നിലേക്കോ മനുഷ്യരിലേക്കോ മലക്കുകളിലേക്കോ മറ്റുള്ളവരിലേക്കോ നടത്തൽ അനുവദനീയമല്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നീട് ലജ്നത്തു ദായിമ പറഞ്ഞത് ഇല്ലാ മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാദിരി മിനൽ ഇൻസി ഹാദിറായ ഒരു മനുഷ്യൻ, അവന്റെ കഴിവിൽപ്പെട്ടത് മറ്റൊരു മനുഷ്യൻ അവനോട് ചോദിക്കുന്നതൊഴികെ. ഉദാഹരണ സഹിതം പറഞ്ഞു, ഈ പറഞ്ഞ വിഷയങ്ങളിൽ മനുഷ്യന്മാർ പരസ്പരം സഹായം ചോദിക്കുന്നത് അത് ശിർക്കാവുകയില്ല, അത് ശിർക്കാവുകയില്ല എന്നതിന് ശേഷം ലജ്നത്ത് ദായിമ തന്നെ ഇവിടെ തെളിവായി ഉദ്ധരിച്ചത് ഇതിനെ രണ്ടിനെയും വേർതിരിച്ചുകൊണ്ട് മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന സഹായത്തേട്ടം ശിർക്കല്ല എന്നും, എന്നാൽ ജിന്നിനോടോ മലക്കിനോടോ മനുഷ്യന്മാരോടോ കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായ മാർഗത്തിൽ സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഇത് രണ്ടും വേർതിരിക്കാൻ ലജ്നത്തു ദായിമ ഉപയോഗിച്ച ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് അതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ഒരു ഹദീസ് അതും ലജ്നത്തു ദായിമ കൊടുക്കുകയുണ്ടായി. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം ചോദിക്കുന്ന പക്ഷം വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ അല്ലാഹുവോട് മാത്രം സഹായം ചോദിക്കണം. ഈ ഇസ്തിആനത്തും പടച്ചതമ്പുരാനോട് മാത്രമേ ആവാൻ പാടുള്ളൂ. എങ്കിലും മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന സഹായം ചോദിക്കൽ ഇതിൽ പെടുകയില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിൽ ഹയ്യും ഹാദിറും ഖാദിറുമായ മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന സഹായം ചോദിക്കൽ അതിൽ പെടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ജിന്നിനെ, അത് ഹയ്യായാലും ഹാദിറായാലും ഖാദിറായാലും മുസ്ലിമായാലും അങ്ങനത്തെ ഒരു ജിന്ന് പെടും എന്ന് ലജ്നത്തു ദായിമ പറഞ്ഞില്ല. ഫൈസൽ മുസ്ലിയാർ ഇവിടെ പറഞ്ഞതുപോലെ യാ ഇബാദല്ലാഹ് എന്നൊരു വാറോലയുണ്ട്. ആ വാറോലയുടെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അദ്ദേഹം ശിർക്കാവുകയില്ല, വസീലത്ത് ശിർക്കാവുകയുള്ളൂ എന്നും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പരസ്പരം ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ ലജ്നത്തു ദായിമയോ നേരത്തെ ഇവിടെ വായിക്കപ്പെട്ട പണ്ഡിതന്മാരാരോ ആരും തന്നെ പറയുകയുണ്ടായില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, മുജാഹിദ് പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് ലോകത്ത് പ്രചാരം സിദ്ധിച്ചതാണ്. ഇവിടെ സംവാദ വ്യവസ്ഥയിൽ എന്തിനു വേണ്ടിയാണ് വാദം തെളിയിക്കാൻ ആവശ്യമായ പ്രമാണം എന്ന് എഴുതിയപ്പോൾ സൗദി അറേബ്യയിലെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ പണ്ഡിതന്മാരല്ല ഇവിടെ പ്രമാണമായി ഉദ്ധരിക്കേണ്ടത്. പ്രമാണം ഒരാൾക്ക് പ്രസംഗത്തിൽ ആരുടെ വാചകവും ഉദ്ധരിക്കാം, ഏത് കിതാബും ഉദ്ധരിക്കാം, ഏത് ഇബാറത്തും വായിക്കാം. പക്ഷേ ഈ വാദപ്രതിവാദത്തിൽ സത്യത്തെയും അസത്യത്തെയും ശിർക്കിനെയും തൗഹീദിനെയും വേർതിരിക്കണമെങ്കിൽ അതിന് ഖുർആനിന്റെ ആയത്ത് വേണം, റസൂലുകളുടെ സഹീഹായ ഹദീത്ത് വേണം. അതുകൊണ്ട് തന്നെ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട് എന്ന് ഏത് പണ്ഡിതൻ പറഞ്ഞു എന്നതല്ല മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ഭാഗം. മറിച്ച് ഏത് പണ്ഡിതൻ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഏത് ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അതാണ് മുസ്ലിയാരെ താങ്കൾ ഇവിടെ തെളിയിക്കേണ്ടത്. താങ്കൾ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോൾ അത് എഴുതി വെച്ചാൽ മാത്രം പോരാ, അതൊന്നും വായിക്കണം, കൃത്യമായി വായിക്കണം. നേരത്തെ വന്നപ്പോൾ വായിച്ചിട്ടല്ല വന്നതെങ്കിൽ ഇവിടെ ഇത് വായിച്ചു വാപ്പുട്ടിസോ സാഹിബ്, അദ്ദേഹം വായിച്ചപ്പോഴെങ്കിലും ഒന്ന് കേൾക്കേണ്ടതല്ലേ? ഇവിടെയുള്ള താങ്കളുടെ വാദം സ്ഥാപിക്കേണ്ടത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഹദീത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിനുള്ള ഒന്നാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ ഓതിയത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്നാൽ ഈ ആയത്ത് മനുഷ്യന്മാർ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാകുമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ മനസ്സിലാക്കിയിട്ടില്ല. മൻഹജു സലഫ് അഥവാ സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല, താബീങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, തബൗ താബീങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തിനേറെ ഈ ആയത്തിറങ്ങുന്നത് അള്ളാന്റെ റസൂലിനാണ്. ഈ ആയത്തിറങ്ങിയതിന് ശേഷവും ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പും അള്ളാഹുവിന്റെ റസൂല് മനുഷ്യന്മാരോട് പരസ്പരം സഹായം ചോദിച്ചിട്ടുണ്ട്. ആ സഹായ ചോദ്യം അത് ശിർക്കാണ് എന്ന് ലോകത്തിന് വരെ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല, റസൂലുള്ള പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഒരുപാട് ആയത്തുകൾ ഒരു വിഷയത്തിന് തെളിവായി കൊണ്ടുവരണമെന്നില്ലല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്നിനോടുള്ള സഹായ ചേത്തേട്ടം, ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്നതിന് ഒരൊറ്റ ആയത്ത് കിട്ടിയാൽ മതി. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന സഹാബീദ ഇത് ശിർക്കല്ല വസീലത്ത് ശിർക്കാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശിർക്കല്ല വസീലത്ത് ശിർക്കാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഖുർആനിന്റെ ആയത്തോ ഏതെങ്കിലും ഒരു സഹീഹായ ഹദീസോ ഉദ്ധരിക്കുകയും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ഉമ്മത്ത് സഹാബ കിറാം താബീങ്ങൾ തബഉ താബീങ്ങൾ അവരിതാ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്താൽ മുസ്ലിയാരെ താങ്കൾക്ക് താങ്കളുടെ വാദം പ്രമാണബന്ധ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ പറഞ്ഞ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾ എന്ത് ഉദ്ധരണി വായിച്ചാലും എത്ര വായിച്ചാലും എത്ര പ്രസംഗിച്ചാലും നമ്മുടെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് പ്രമാണബന്ധിതമായി തെളിയിക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. ഇത് മാന്യ സഹോദരങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുജാഹിദ് പ്രവർത്തകർ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു,
വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ സഹായം തേടുന്ന പക്ഷം, നീ സഹായം ചോദിക്കുന്ന പക്ഷം അത് അല്ലാഹുവോട് മാത്രം ചോദിക്കുക. എന്നാൽ അതേ ഇബ്നു അബ്ബാസ് അടക്കമുള്ള സഹാബത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മറ്റ് പ്രവാചകന്മാരൊക്കെ തന്നെ മനുഷ്യരുമായി കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ജിന്നിന്റെ സഹായം ഒരു പ്രവാചകനും ചോദിച്ചിട്ടില്ല, ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല, ഒരു താബിയും ചോദിച്ചിട്ടില്ല. അതിനോട് പ്രമാണമൊട്ട് ഇല്ലതാനും. ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കും എന്ന് ലജ്നത്തു ദായിമ വളരെ കൃത്യമായി ഇവിടെ പറയുകയുണ്ടായി. ഞാനത് വായിച്ചു കേൾപ്പിച്ചു. ജിന്നിനോടുള്ള സഹായ ചോദ്യം, മലക്കിനോട്, മനുഷ്യരോട് ഉള്ള സഹായ ചോദ്യം അത് ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും മനുഷ്യരോട് ശിർക്കാവാത്ത സഹായ ചോദ്യം മാറ്റി പറഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. കാരണം ലാ യജൂസു അൽ ഇസ്തിആനതു لأن الاستعانة عبادة لا يجوز صرفها لغير الله لا من الجن ولا من الإنس ولا من الملائكة ولا غيرهم. മൂന്ന് കൂട്ടരെയും പറഞ്ഞു, അവരല്ലാത്തവരെയും പറഞ്ഞു. എന്നിട്ട് മനുഷ്യരെ അതിൽ നിന്നും പ്രത്യേകം മാറ്റി നിർത്തി. എന്തിനാ മനുഷ്യരെ പ്രത്യേകം മാറ്റി നിർത്തിയത്? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല. എന്നിട്ട് ഇതുവരെ കൊടുത്ത ഫത്വക്കുള്ള പ്രമാണം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തും വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, മറ്റൊരാളോടും സഹായം തേടുകയില്ല എന്നുള്ള, മറ്റൊരാളെയും അല്ലാഹുവിൽ ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന. എന്നാൽ ഇവിടെ എന്താണ് വിഷയം? അദ്ദേഹം പറഞ്ഞതുപോലെ യാ ഇബാദല്ലാ എന്ന ദുർബലമായ ഹദീസാണ് അത്ര വിഷയം. അല്ല മുസ്ലിയാരെ, യാ ഇബാദല്ലാ അല്ല വിഷയം. യാ ഇബാദല്ലാ കൊണ്ടുവരുന്നതിന് മുമ്പ് താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞുവല്ലോ, ജബ്ബാർ മൗലവി പറഞ്ഞ സംഗതികൾ. ജബ്ബാർ മൗലവി പറഞ്ഞ വിഷയം ആ വിഷയത്തിൽ ജബ്ബാർ മൗലവി തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാന് യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല അത് പറഞ്ഞത്. അപ്പൊ എന്തിനാ ജബ്ബാർ മൗലവി പറഞ്ഞത്? അതോ യാ ഇബാദല്ലാ എന്ന ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പാണോ? പിന്നെ അല്ല, ജബ്ബാർ മൗലവി ഈ തർക്കങ്ങളൊക്കെ നടത്തുന്ന, ഈ ലേഖനം എഴുതുന്നതിന് മുമ്പാണോ? താങ്കളൊക്കെ പറയുന്നത് പോലെ സക്കരിയ മൗലവി ഇപ്പോൾ കൊണ്ടുവന്ന വാദം പോലെ യാ ഇബാദല്ലയെ കുറിച്ചുള്ള ചർച്ച അല്ല. തന്നെയുമല്ല, ജമിയത്തുൽ ഉലമക്ക് സക്കരിയ സ്വലാഹി പ്രബന്ധം കൊടുത്തു. ആ പ്രബന്ധത്തിൽ എന്തേ യാ ഇബാദല്ല ചർച്ചയ്ക്ക് വരാതിരുന്നത്? ജമിയത്തുൽ ഉലമക്ക് സക്കരിയ സ്വലാഹി പ്രബന്ധം കൊടുത്തു ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ. 57 പേജുള്ള പ്രബന്ധം. ആ പ്രബന്ധത്തിലെവിടെയും യാ ഇബാദല്ലാ എന്നതിനെ കുറിച്ച് കാമാ എന്നൊരക്ഷരം സക്കരിയ സ്വലാഹി പറഞ്ഞില്ല. അപ്പോ അതുകൊണ്ട് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ശിർക്കാണ് എന്നതിന് ആയ കൊണ്ടുവരണം, ഹദീസ് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ മുജാഹിദുകൾക്ക് അത് സ്വീകരിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ഫത്വ കൊണ്ടുവന്നാൽ ആ ഫത്വ മുജാഹിദുകൾ അംഗീകരിക്കുക, മുജാഹിദുകൾ സ്വീകരിക്കുക. അതിന്റെ പിന്നിലുള്ള പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. എന്നാൽ ഈ വാദം കൊണ്ടുവന്ന ജബ്ബാർ മൗലവിയും ആ വാദത്തെ പിന്തുണച്ച സക്കരിയ മൗലവിയും പ്രതിസന്ധി ഘട്ടത്തിൽ ഇവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച്, ആ ജിന്ന് ഹയ്യും ആദറും ഖാദിറും മുസ്ലിമാണ് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്നാണ് പ്രസംഗിച്ചിരുന്നത്, എന്നാണ് എഴുതി നടന്നത്. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം എതിർത്തത്, അതിനെയാണ് മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കാതിരുന്നത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട മനുഷ്യൻ വഴിയറിയാതെ നീങ്ങുമ്പോൾ ആ മനുഷ്യന് ഇവിടെ ജിന്നുണ്ടാ യാ ഇബാദല്ലാ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അതെങ്കിലും ഒന്ന് മനസ്സിലായിക്കൂടെ? ഇത് കേൾക്കുന്ന ആളുകൾ ഇതൊക്കെ കേട്ടവരാണല്ലോ. ജബ്ബാർ മൗലവി എന്താണ് പറഞ്ഞത് എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ സംവാദം കാണുന്ന ആളുകൾക്കെങ്കിലും അറിയാമല്ലോ. ജബ്ബാർ മൗലവി അതിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് പറഞ്ഞത് എന്ന്. പിന്നെ എന്തിനാ യാ ഇബാദല്ലതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത്? അപ്പോ ജിന്ന് ഭൗതികമാണ് എന്നും ആ ഭൗതികമായ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കാവുകയില്ല എന്നുമുള്ള പ്രമാണത്തിന് പിൻബലമില്ലാത്തൊരു വാദം ജബ്ബാർ മൗലവി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് കരക്ക് കയറ്റാൻ വേണ്ടിയാണ് സക്കരിയ സ്വലാഹി യാ ഇബാദല്ലയുമായി വന്നത്. പക്ഷേ സക്കരിയ സ്വലാഹി തന്നെ മരുഭൂമിയിൽ നിന്ന് പിന്നീട് പുഴക്കരയിൽ നിന്ന് പിന്നെ ചൂണ്ടയിടുന്നതിലേക്കും പോവേണ്ട അവസ്ഥയിലേക്കാണ് വന്നത്. തന്നെയുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരു സംഗതിയാണല്ലോ യാ ഇബാദല്ലാ വസ്തുത എന്ത് എന്ന്. ഈ ഒരു
പിന്നെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഇതിന്റെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് 147 പേജിൽ പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക. ഹാജരായ ജിന്നുകളോട് അവരുടെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായം വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് മറ്റൊരു പ്രശ്നം. ഇനി ശ്രദ്ധിച്ചോ, ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഇതെന്താ വ്യക്തമാക്കിയത്? മനുഷ്യർക്ക് ചോദിക്കാനുള്ള ഒരു കാരണമായി അള്ളാഹു തആല ജിന്നുകളെ സംവിധാനിച്ചു വെച്ചിട്ടില്ല. അപ്പോ ജിന്നുകളോടുള്ള ചോദ്യം അത് കാര്യകാരണ ബന്ധത്തിനപ്പുറമാകും. ഒരിക്കൽ കൂടി കേട്ടോളി, ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ മരുഭൂമിയിൽ വെച്ച് ജിന്നിനോട് ചോദിക്കുമ്പോ എന്തിനാ ചോദിക്കണത്? ജിന്നിന് സഹായം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാ. പുഴയിൽ മുങ്ങിയ മനുഷ്യൻ കരയിലെ ജിന്നോട് ചോദിക്കണം എന്തുകൊണ്ടാ? കരയിലുള്ള ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാ. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹു അതിനെ കാരണമാക്കി വെക്കണം. അങ്ങനെ കാരണമാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കേണ്ടത് വിശുദ്ധ ഖുർആനിലൂടെയാണ്, പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ്. എന്നാൽ മനുഷ്യന്മാർ പരസ്പരം ചെയ്യുന്ന ഈ സഹായം, കാര്യകാരണ ബന്ധത്തിലുള്ള സഹായം, അത് അനുവദനീയമാണ് എന്നതിന് പ്രമാണങ്ങളുടെ ശൃംഖല തന്നെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഉദ്ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉദ്ധരിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? ജിന്നുകളും മനുഷ്യരും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങളുണ്ടെങ്കിലും, കണ്ടോ നേരത്തെ എന്താ പറഞ്ഞത്? ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു കുഞ്ഞിനെ ഏർപ്പാടാക്കിയിട്ടില്ല, ഒരു കാരണമാക്കി വെച്ചിട്ടില്ല. പിന്നെ തൊട്ട് താഴെ എന്താ പറയുന്നത്? ജിന്നുകളും മനുഷ്യരും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങളുണ്ടെങ്കിലും കാര്യകാരണ ബന്ധമുള്ള എല്ലാം മതത്തിൽ അനുവദനീയമായിക്കൊള്ളണമെന്നില്ല. അനുവദനീയമാണോ അല്ലേ എന്ന് തർക്കമല്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട? സമയം ചെലവഴിക്കേണ്ട പൊന്നാര ഫൈസൽ മുസ്ലിയാരെ. അതിനു വേണ്ടി നിങ്ങൾ സമയം കളയണ്ട. ആകെ കിട്ടുന്ന സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടത് ഈ സഹായ ചോദ്യം ശിർക്കാണോ അല്ലേ, അത് ശിർക്കല്ല എന്നാണ്, വസീലത്ത് ശിർക്കാകുന്നുണ്ട് എന്നാണ്. അതിനാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ടത്. കണ്ടോ പരസ്പരം വൈരുദ്ധ്യം കണ്ടോ? മേലെ പറഞ്ഞു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല ജിന്നിനെ ഏർപ്പാടാക്കിയതായി ഖുർആനിലോ ഹദീസിലോ ഇല്ല. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? ജിന്നും മനുഷ്യരും തമ്മിൽ കാര്യകാരണ ബന്ധം ഉണ്ട്. ആ കാര്യകാരണ ബന്ധം എന്താ? ഒരു ആയത്തോദ്യം മതി. ആ കാര്യകാരണ ബന്ധത്തിനുള്ള ഒരു ആയത്ത്, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആര് മനസ്സിലാക്കി? പ്രവാചകൻ മനസ്സിലാക്കിയോ? സഹാബത്ത് മനസ്സിലാക്കിയോ? ആ ആയത്തനുസരിച്ച് സഹാബത്ത് എന്താണ് അതിനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പിന്നെ പറയുക. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മരുഭൂമിയിലാവട്ടെ, പുഴയിൽ മുങ്ങുമ്പോഴാവട്ടെ, ഏത് സന്ദർഭത്തിലാണെങ്കിലും ഖുർആൻ നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതെന്താ? നിങ്ങൾ അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദഅ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരുണ്ട്? വയക്ഷിഫു സ്സൂഅ വയജഅലകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്, അല്ലാഹുക്ക് പുറമെ മറ്റൊരു ഇലാഹോ? അള്ളാഹിന്റെ ചോദ്യമാണ്. എന്തിനാ ഈ ചോദ്യം? പ്രതിസന്ധി ഘട്ടത്തിൽ മരുഭൂമിയിൽപ്പെട്ട ഒരാൾ പ്രതിസന്ധിയിലല്ലേ സഹോദരങ്ങളെ? വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അതിനേക്കാളും ഒരു പ്രതിസന്ധി വേറെ ഏതാ ഉള്ളത്? ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് കരയിൽ ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവുകയില്ല, സക്കരിയ സ്വലാഹി പറഞ്ഞത്. എന്നാൽ ഖുർആൻ പറയുന്നു അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദഅഹു, പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരുണ്ട്? എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നു അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ അമ്മ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ള അന്ധകാരത്തിൽ നിന്നും നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരുണ്ട്? അഇലാഹും മഅല്ലാഹ്. അങ്ങനെയാണ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹി അഇലാഹും മഅല്ലാഹ് തആലല്ലാഹു അമ്മാ യുശ്രികൂൻ. നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്നും അല്ലാഹു ഉന്നതനാണ്. അതുകൊണ്ട്
മാന്യ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാരെ, താങ്കൾ വളരെ കൃത്യമായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുമെങ്കിൽ, വസ്തുതയായി അംഗീകരിക്കുമെങ്കിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, റസൂലുള്ളാഹിയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് ചോദിക്കുന്ന സഹായം ചോദിക്കൽ അത് ശിർക്കാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവോട് മാത്രമാണ് ചോദിക്കേണ്ടത്. റസൂലുകൾ ജീവിതത്തിൽ അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ എന്നതല്ല തർക്കം, മറിച്ച് ചോദിച്ചാൽ ശിർക്കാകുമോ, ശിർക്കാകുമെന്നതിനുള്ള ആയത്തുകളാണ് ഞാൻ ഉദ്ധരിച്ചത്, ഹദീസുകളാണ് ഞാൻ ഉദ്ധരിച്ചത്, ലജ്നത്തുദ്ദായിമയുടെ ഫത്വയാണ് ഉദ്ധരിച്ചത്. ആ ലജ്നത്തുദ്ദായിമ പോലും ചോദ്യം മറ്റൊരു വിഷയത്തിലാണെങ്കിലും ഉത്തരം ആ വിഷയത്തിനും ഉത്തരം കൊടുത്തു, അതല്ലാത്ത വിഷയത്തിന് ഉത്തരം കൊടുത്തു. അതുകൊണ്ടാ ഉത്തരത്തിൽ പറഞ്ഞത് എന്ത്? ചോദ്യത്തിൽ ചോദിച്ച വിഷയത്തിന് മാത്രമല്ല, ചോദ്യത്തിൽ ചോദിച്ചതിന് മാത്രമല്ല അത് ബാധകം, ഒന്നിനും അനുവദനീയമല്ല. കാരണം മേലെ പറഞ്ഞു അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അതിൽ നിന്ന് മാറ്റി നിർത്തിയത് മനുഷ്യനെ മാത്രമാണ്. അതുകൊണ്ട് ജിന്നുകളോടുള്ള സഹായ ചോദ്യം, ആ സഹായ ചോദ്യത്തിൽ ശിർക്കാകുന്നതുണ്ട് എന്നതിന് താങ്കൾ സമയം കളഞ്ഞ് ആയത്തോതേണ്ടതില്ല. എന്നാൽ വസീലത്ത് ശിർക്കാകുന്നതുണ്ട് എന്നതിന് ആയത്തുകൾ ഓതണം. വഹദല്ലാഹു അലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.